ഒരു ചാർക്കയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ലോറ എന്ന പക്കപ്പോത്ത ഒരു കൂട്ടം ആൾക്കാർക്കൊപ്പം ഒരു ലാവിഷായിട്ടുള്ള യാച്ചിൽ ഒരു ചെറിയ കപ്പലിൽ ഒരു യാത്ര പോവുകയാണ് നോർവേയിലേക്ക്. ചുറ്റുമുള്ള ആൾക്കാരെയും അവരുടെ രീതികളെയും എല്ലാം ലോറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഈ ഒരു യാത്രയുടെ ഭാഗമായി അവർക്കൊപ്പം ലോറ കൂടുന്നു. പക്ഷേ അന്ന് രാത്രി വിചിത്രമായ ഒരു കാര്യം സംഭവിക്കുന്നു. ലോറ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് തൻ്റെ തൊട്ടപ്പുറത്തെ ക്യാബിനിലുള്ള ഒരു യുവതി വെള്ളത്തിലേക്ക് വീഴുന്നതും മുങ്ങി താഴുന്നതുമാണ്. ലോറ പെട്ടെന്ന് ബഹളം വയ്ക്കുകയും അതോറിറ്റീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുന്നു. പക്ഷേ അതോറിറ്റീസ് ചെക്ക് ചെയ്യുമ്പോൾ വന്ന ഗസ്റ്റുകളെല്ലാം തന്നെ ആ യാച്ചിലുണ്ട്. ആരും പുറത്തു പോയിട്ടില്ല, വീണിട്ടുമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ തെളിവായി ലോറ ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ തൊട്ടപ്പുറത്തെ ക്യാബിൻ 10ലുള്ള ഒരു യുവതിയാണ് അവിടെ വീണതെന്നാണ്. അപ്പോൾ ശരിക്കും എല്ലാവരും ഒന്ന് അമ്പരക്കുന്നു. കാരണം ക്യാബിൻ 10 ഈ യാത്ര തുടങ്ങിയ ദിവസം മുതൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ആരുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ലോറയ്ക്ക് സംഭവിച്ച ഒരു പ്രശ്നത്തിൻ്റെ ട്രോമയുടെ ബാക്കി പത്രമാണെന്ന് അവരെല്ലാവരും ഒരുപോലെ കരുതുന്നു. പക്ഷേ ലോറയ്ക്ക് മാത്രം ആ ഉത്തരങ്ങൾ തൃപ്തികരമായി തോന്നുന്നില്ല. ആ വെള്ളത്തിൽ വീണ ആളെ അന്വേഷിച്ച് അതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ച് അവൾ ആ യാത്ര തീരുന്നതിന് മുമ്പ് കണ്ടെത്താനായി തയ്യാറെടുക്കുന്നു. ആ അന്വേഷണം തുടങ്ങുന്നു. പറഞ്ഞു വന്നത് 2025 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലറായ ദ വുമൺ ഇൻ ക്യാബിൻ 10 എന്ന സിനിമയെ പറ്റിയാണ്.